ഹലോ, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്ത ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഞാനൊരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റിന് ശേഷം മാത്രം മറിച്ചിടുക, അല്ലെങ്കിൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് എണ്ണയിൽ തന്നെ ഇളകിപ്പോകും. അത് വേണ്ടിയിട്ടാണ് ഒരു 2-3 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. നമ്മൾ ചിക്കൻ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് ഞാൻ 2 തവണയായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ച ശേഷം ബാക്കി കുറച്ച് എണ്ണയിൽ നമ്മളൊരു 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളിയും ഒരു സവാളയും കൂടി അരിഞ്ഞെടുത്തതാണ്. ഇത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിലിട്ടിട്ട് നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ മുളക് പൊടിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ്. അതുകൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 2-3 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണമെങ്കിൽ കേട്ടോ. എന്നിട്ട് ചിക്കൻ നല്ലതുപോലെ ഒന്ന് എല്ലാവിടെയും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ വറ്റൽമുളകും കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് വെച്ചില്ല, അതുകൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ കൊണ്ടാട്ടം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ചപ്പാത്തിൻ്റെ കൂടെയായാലും ശരി, അതുപോലെ ദോശ, പൊറോട്ട, നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ പറ്റിയൊരു ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.